ഇക്കഴിഞ്ഞ ദിവസം +2 പഠിച്ച എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ടീച്ചറിൻ്റെ ഫാമിലിയുമായിട്ട് ഞങ്ങൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. എല്ലാവർക്കും വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ വർക്ക് പ്രഷറും സ്ട്രെസ്സും എല്ലാം മാറ്റിവെച്ച് ഒരു 2 ദിവസം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു. ഇത് ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചർ എന്ന് പറയുന്നതിലുപരി ടീച്ചർ അമ്മ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു വാക്ക്. യാത്രകളിൽ പോകുന്ന സ്ഥലം വളരെ മനോഹരമാക്കുന്നത് കൂടെ പോകുന്ന ആൾക്കാരാണ്. ഓർത്ത് വയ്ക്കാനുള്ളൊരു മെമ്മറീസ് നൽകുന്നത് അവരാണത്. ഇതിലെടുത്ത് പറയേണ്ടത് എന്നുള്ളത് എൻ്റെയും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാർട്ട്നേഴ്സാണ്. അവരെല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു യാത്ര ഇത്രയും വളരെയധികം മനോഹരമാക്കി തീർക്കാൻ ലക്കി. കൂടെ നിന്നു നിഴലാവാം ഞാൻ പൊന്നേ, പൂനിലാവിനി തളാവാം ഞാൻ, നീലവാനിലിനി മുകിലാവാം, പൂവണിഞ്ഞ പുഴയാവാം ഞാൻ കണ്ണേ, തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാം. അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ ചെക്കോസ്ലോവാക്യക്കാരൻ മൈക്കിളിനെ ഇടുക്കിക്കാരൻ ബെഹനാൻ ഒരു പാഠം കൂടി പഠിപ്പിച്ചു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് യു ആർ വിത്ത്. സാറിന്റെ പഴയ ഗ്യാങ്ങായിരിക്കും അല്ലേ? അതെ. എന്തായിരുന്നു ഗ്യാങ്ങിന്റെ പേര്? ഈ ഗ്യാങ്ങിന്റെ പേരില്ല. മറ്റേ സാധനം കിട്ടിയ ബെറ്റർ ഉപയോഗിച്ചോ?